Hi all, welcome to Competitive Cracker. ഞാൻ ലിവിയ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ CUET പോലുള്ള എൻട്രൻസ് എക്സാമിന് ചോദിച്ചു കാണുന്ന കുറച്ച് PYQs അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിനെ പറ്റി നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പറയാനുള്ള റീസൺ നമുക്ക് ഇവിടെ CUETയുടെ ഒരു ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരെല്ലാവരും ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന 9249089280 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യുക. കാരണം നമുക്കറിയാം CUETയുടെ സിലബസ് എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിയാലാണ് ആ ഒരു സിലബസ് നമുക്ക് എക്സാമിന് മുന്നേ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും വേഗം തന്നെ ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് CUET UG കെമിസ്ട്രിയിലെ കുറച്ച് PYQs ആണ്. മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിരുന്നു കോൺസെൻട്രേഷൻ ടേംസ്. ആ കോൺസെൻട്രേഷൻ ടേംസിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കണ്ടന്റ് വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും അത് കാണാത്തതുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണുക. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ട് വേണം നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് വരാനായിട്ട്. നോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ കോൺസെൻട്രേഷൻ ടേമിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. ആ ഒരു കാര്യം പഠിച്ചിട്ട് നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ ടേംസിലേക്ക് പോവാം. നോക്കിയാലോ. നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആദ്യം പഠിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? ഗിവൻ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. നിങ്ങൾ തന്നിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ ഗിവൻ മാസ് ബൈ അതിന്റെ മോളാർ മാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടുന്നത്. ഇനി നമ്പർ ഓഫ് മോൾസ് കിട്ടി, എങ്ങനെ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ പറ്റും? ഇത്രയും ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു, അതേ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. എത്രയാണ് അവഗാഡ്രോ നമ്പർ? 6.022 ഇൻറ്റു 10⁻23. അപ്പൊ നമ്പർ ഓഫ് മോൾസിന്റെ കൂടെ അവഗാഡ്രോ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. ഇനി നമ്പർ ഓഫ് ആറ്റംസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടു, അതിന്റെ കൂടെ നമ്പർ ഓഫ് ആറ്റംസ് പെർ മോളിക്യൂൾ, അതായത് ആ മോളിക്യൂളിലുള്ള ആറ്റത്തിന്റെ എണ്ണം അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. അപ്പൊ ഇത് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ 3 ഫോർമുല പഠിക്കാനും എളുപ്പമാണ്. ആദ്യം നമ്പർ ഓഫ് മോൾസിന്റെ ഫോർമുല പഠിക്കുക, then നമ്പർ ഓഫ് മോളിക്യൂൾസ്, then നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. നോക്കിക്കേ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡാറ്റയാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. 18 grams ഓഫ് വാട്ടർ. തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? 18 grams ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ആദ്യം കണ്ടുപിടിക്കേണ്ടത് മോളാർ മാസ് ഓഫ് H2O. എന്തിനാ മോളാർ മാസ് കണ്ടുപിടിക്കണേ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? മോളാർ മാസ് വേണം. അപ്പൊ ആദ്യം നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാം. വാട്ടറിന്റെ മോളാർ മാസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ആറ്റോമിക് മാസ് വെച്ചിട്ടാണ് നമ്മൾ മോളാർ മാസ് കണ്ടുപിടിക്കുക. ഹൈഡ്രജന്റെ മാസ് 1. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. ദെൻ ഓക്സിജൻ ഉണ്ട്, ഒരൊറ്റ ഓക്സിജനേ ഉള്ളൂ. സോ 16 ഇൻറ്റു 1. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 16 + 2 18 gram per mole. ഇതാണ് വാട്ടറിന്റെ മോളാർ മാസ്. അപ്പൊ മോളാർ മാസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എങ്ങനെയാ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഗിവൻ മാസ്, തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. നമ്മളിപ്പോ കണ്ടുപിടിച്ച പോലെ മോളാർ മാസ് കണ്ടുപിടിക്കാം. അപ്പൊ ഗിവൻ മാസ് എന്താണ്? 18 grams. 18 grams ആണ് ഗിവൻ മാസ്. ദെൻ മോളാർ മാസ് നമ്മൾ കണ്ടുപിടിച്ചു, 18 തന്നെയാണ്. സോ നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടി? 1. അപ്പൊ നമ്പർ ഓഫ് മോൾസും കണ്ടുപിടിച്ചു. അടുത്തത് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്പർ ഓഫ് മോളിക്യൂൾസ്. എങ്ങനെയായിരുന്നു നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. എത്ര അവഗാഡ്രോ നമ്പർ? 6.022 ഇൻറ്റു 10⁻23. അപ്പൊ ഇത്രയും നമ്പർ ഓഫ് മോളിക്യൂൾസ് അവിടെ ഉണ്ടാവും. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. അടുത്തത് നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ കൂടെ
എന്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. വാട്ടറിൽ എത്ര ആറ്റം ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും, മൊത്തം 3 ആറ്റംസ് ഉണ്ട്. സോ ഇൻറ്റു 3 ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 18.07 ഇൻറ്റു 10⁻23 കിട്ടും. അത് നമ്മളൊന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുമ്പോൾ 1.807 ഇൻറ്റു 10⁻24 ഇത്രയും ആറ്റംസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ ഈ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവില്ല. നമ്മൾ ഇടയിൽ നിന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുല തെറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും, ചിലപ്പോൾ ചോദിക്കുക നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. ഇതേ ഒരു പാറ്റേണിൽ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഫോർമുല കറക്റ്റ് ആയിട്ട് പഠിച്ചാലാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് അവിടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഓരോ ആറ്റത്തിന്റെയും ആറ്റോമിക് മാസ്. ആറ്റോമിക് മാസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? മോളാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് 20 എലമെന്റ്സിന്റെ എങ്കിലും ആറ്റോമിക് മാസ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഫോർമുലാസ് പഠിച്ചു. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് നോക്കാം. നോക്കിക്കേ, 2024 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടെയ്ൻഡ് ഇൻ. അതായത് നിങ്ങൾക്ക് 4 ഡാറ്റ തന്നിട്ടുണ്ട്. അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിപ്പയർ ചെയ്യാത്ത കുട്ടി എന്ത് ചെയ്യും? ഓരോന്നിന്റെയും നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിച്ച് അതിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ എഴുതും. നമുക്കറിയാം ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ഉത്തരം കിട്ടിയാൽ മതി, ഓരോന്നിന്റെ സ്റ്റെപ്സ് വേണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഏറ്റവും ട്രിക്ക്, അതായത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിക്രീസ് ചെയ്ത് വരുന്ന ഓർഡറിൽ എഴുതാം. നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ഫോർമുല എന്താണ്? number of moles into Avogadro number, which is 6.022 into 10⁻23. ഇനി number of moles എങ്ങനെ കണ്ടുപിടിക്കുക? given mass by molar mass into Avogadro number, 6.022 into 10⁻23. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ഡാറ്റ നോക്കിയേ. 16 gram of O2, 16 gram of CO2, 16 gram of CO, 16 gram of H2. എന്ത് മനസ്സിലായി? തന്നിരിക്കുന്ന മാസ് എല്ലാത്തിന്റെയും സെയിം ആണ്. 16 16 16 16. അപ്പൊ ഇതെല്ലാം നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? W-ല്. അപ്പൊ ഡബ്ല്യൂയും സെയിം ആണ്. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അവഗാഡ്രോ നമ്പറും എല്ലാവർക്കും സെയിം ആണ്. അപ്പൊ ഈ 2 ഡാറ്റ ഇവിടെ സെയിം ആണ്. എന്തിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ? മോളാർ മാസിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡിക്രീസിംഗ് ഓർഡർ അല്ലേ? അപ്പൊ ആദ്യം ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളവരെ എഴുതണം. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത് ആർക്കായിരിക്കും? ഏറ്റവും കുറവ് മോളാർ മാസ് ഉള്ളത്. ഏറ്റവും കുറവ് മോളാർ മാസ് ഉള്ളതിനായിരിക്കും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുക. കാരണം എന്തുകൊണ്ടാ? മോളാർ മാസ് കിടക്കുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? മോളാർ മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡിക്രീസിംഗ് ഓർഡർ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. അപ്പൊ ഓരോന്നിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. ഓക്സിജൻ 16 ആണ്. 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 16 into 2, which is 32. Then CO2, കാർബൺ 12 ആണ്, ഓക്സിജൻ 16 ആണ്. 16 അപ്പൊ CO2 ആണ് അടുത്തത്. CO2ല് കാർബൺ 12 ആണ് പ്ലസ് ഓക്സിജൻ 16 ആണ്. 16 into 2. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 32 plus 12, which is 44. അപ്പൊ CO2ന്റെ മോളാർ മാസ് 44 ആണ്. Then CO 12 plus 16, which is 28. Then last hydrogen, which is 2. അപ്പൊ എല്ലാത്തിന്റെയും മോളാർ മാസ് കണ്ടുപിടിച്ചു. ഡിക്രീസിംഗ് ഓർഡർ ആണ്. അപ്പൊ ആദ്യം ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള ആൾ എഴുതണം. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത് ആർക്കായിരിക്കും? ഏറ്റവും കുറവ് മോളാർ മാസ് ഉള്ളത്. ആർക്കാണ് ഏറ്റവും കുറവ് മോളാർ മാസ് ഉള്ളത്? ഡി. ദെൻ പിന്നെ ആര് വരും? സി വരും, ദെൻ എ വരും, ദെൻ ബി വരും. അപ്പൊ നമ്മുടെ ഓർഡർ എങ്ങനെയാ വരുന്നത്? ഡി, സി, എ, ബി. അപ്പൊ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി, ഡി, സി, എ, ബി.
അപ്പൊ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലുള്ള ട്രിക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ആൻസേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. ക്ലിയർ ആയോ? അടുത്തൊരു ക്വസ്റ്റ്യൻ കടക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ ടേംസ് പറഞ്ഞു അല്ലെ. കോൺസെൻട്രേഷൻ ടേംസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ് ഉള്ളത്, മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റി. ഈ മൊളാരിറ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് കുറെ നമുക്ക് പേപ്പേഴ്സിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് മൊളാലിറ്റി എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നോക്കാം എന്താണ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്, അതുകൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചു വെക്കുക. നോക്കാം. മൊളാരിറ്റി ആണ് ആദ്യം നോക്കുന്നത്, റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ M. എന്താണ് മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. 1 liter സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് എന്ത് വിളിക്കുക? മൊളാരിറ്റി എന്ന് വിളിക്കുക, റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ M. ഇനി അതിന്റെ ഇക്വേഷൻ നോക്കിക്കേ. M is equal to W into 1000 divided by molar mass of solute into volume of solution. ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. എന്താണ് ഓരോ ടേംസ്? W into 1000 by M into V. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ്, 1000 എന്ന് പറഞ്ഞാൽ വോളിയം മില്ലിലിറ്റർ ആണ് തന്നേക്കണെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ 1000 കൊടുത്തേക്കുന്നത്. ദെൻ മോളാർ മാസ്, M എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വോളിയം ലിറ്ററിലാണെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട? ആ 1000 എന്ന് പറഞ്ഞിട്ടുള്ള ടേം വേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇഫ് വോളിയം ഈസ് ഗിവൺ ഇൻ ലിറ്റേഴ്സ്. ഓക്കെ, ഇനി അടുത്തത് മൊളാലിറ്റി നോക്കാം. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ M ആണ് റെപ്രസെന്റേഷൻ. എന്താണ് മൊളാലിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 kilogram ഓഫ് സോൾവെന്റ്. 1 kilogram സോൾവെന്റിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് എന്ത് വിളിക്കുക? മൊളാലിറ്റി എന്ന് വിളിക്കുക. ഫോർമുല എന്ത് വരും? M is equal to W into 1000 divided by M into WS. ഓരോ ടേംസും എന്താ നോക്കിക്കോ. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് into 1000 divided by molar mass of solute into weight of solvent in kilogram ആണെന്നുണ്ടെങ്കിൽ 1000 വേണ്ട, ഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ആ 1000 അവിടെ വേണം. അപ്പൊ ഇത് രണ്ടുമാണ് മൊളാലിറ്റി ആൻഡ് മൊളാരിറ്റിയുടെ ഇക്വേഷൻ. തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ആകെ ഒരു ഭാഗത്ത് മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ആകെ ഒരു ഭാഗത്ത് മാത്രമാണ് വ്യത്യാസം. ഒരെണ്ണത്തിൽ വിയും ഒരെണ്ണത്തിന് ഡബ്ല്യുമാണ്. വോളിയം ആണ് ഒരെണ്ണത്തിൽ വെയിറ്റ് ആണ്. അപ്പൊ എങ്ങനെ അത് ഓർത്ത് വെക്കുക? മൊളാരിറ്റി അല്ലെ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ ലിറ്റർ എന്ന് നമുക്ക് ഓർമ്മ വരും അല്ലെ. പെട്ടെന്ന് മൊളാലിറ്റി എന്ന് പറയുമ്പോൾ ലിറ്റർ ഉള്ളതാണോ? പക്ഷെ ലിറ്റർ ഉള്ള ടേം ഏതാണ്? മൊളാരിറ്റി ആണ്. വോളിയം ഇൻ ലിറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതിലാണ്? മൊളാരിറ്റിയിലാണ്. വെയിറ്റ് വരുന്നതാണ് ഏത്? മൊളാലിറ്റി. ഓക്കെ, അപ്പൊ അത് കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം. ഈ ഒരു ഇക്വേഷൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം അതിനനുസരിച്ച് തെറ്റും. അപ്പോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി എന്ന് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി ഓഫ് KI. ആദ്യം തന്നെ എന്താ ചോദിച്ചേക്കണെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. മൊളാലിറ്റി ആണ് ചോദിച്ചേക്കുന്നത് KIയുടെ. ഇഫ് ഡെൻസിറ്റി ഓഫ് 20% mass by mass aqueous solution of KI is 1.202 gram per milliliter. മോളാർ മാസ് ഓഫ് KI തന്നിട്ടുണ്ട് 166 gram per mole. അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? KIയുടെ മൊളാലിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. തന്നിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് KIയുടെ മൊളാലിറ്റി കണ്ടുപിടിക്കണം. മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മൊളാലിറ്റി എന്ന് പറയുമ്പോൾ സ്മോൾ ലെറ്റർ M. മൊളാലിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഗിവൺ മാസ് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു ആ ഒരു ടേം എഴുതുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൊളാലിറ്റി ആണോ മൊളാരിറ്റി ആണോ നോക്കാം. ഇവിടെ മൊളാലിറ്റി ആണ്. ലിറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലിറ്റർ ടേം ആണെന്ന് വിചാരിക്കും, പക്ഷെ വോളിയം അല്ല ഇവിടെ വരുന്നത്, വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ഈ ഡാറ്റാസ് എല്ലാം നമുക്ക് വേണം. ഇപ്പൊ മൊളാരിറ്റി ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. അപ്പൊ ഇതാണ് മൊളാലിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഓരോ ടേംസും എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ആദ്യം W വേണം, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട്. ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് തന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു ഡാറ്റ ഇവിടെ ഉണ്ടോ?
അതിന് പകരം നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? 20% തന്നിട്ടുണ്ട്. ഈ 20% മാസ് ബൈ മാസ് പെർസെന്റേജ് തന്നാൽ എങ്ങനെ അതിൽ നിന്ന് ഡാറ്റ കിട്ടും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ലോങ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 gram ഓഫ് സൊല്യൂട്ട് ഇൻ 80 gram ഓഫ് സോൾവെന്റ്. ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, 20% എന്ന് പറഞ്ഞാൽ 20 gram സൊല്യൂട്ടും ബാക്കി 80 gram എന്തായിരിക്കും? സോൾവെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സൊല്യൂട്ടിന്റെ ഗിവൺ മാസ് കിട്ടി. എത്രയാണ്? 20 into 1000 divided. Okay, 20 into 1000 divided by molar mass. Molar mass കണ്ടുപിടിക്കേണ്ട ഓൾറെഡി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 166 into weight of solvent. അതും നമുക്ക് ഈ ഡാറ്റ കിട്ടി. എത്രയാ? 80 gram. അപ്പൊ അവിടെ 80 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? മൊളാലിറ്റി ഓഫ് KI കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1.50 സംതിങ് വരും. റൗണ്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് എത്ര വരും? 1.5 മോൾ പെർ കിലോഗ്രാം. അപ്പൊ അവിടെ യൂണിറ്റും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ആണ്, വെയിറ്റ് വരുന്ന ടേം ആണ്. സോ മോൾ പെർ കിലോഗ്രാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ഇതുപോലെയാണ് മൊളാലിറ്റി അല്ലെങ്കിൽ മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഫോർമുല ആദ്യം മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് അതിന്റെ ഡാറ്റ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ? മൊളാലിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് നോക്കിയത്. ഇനി എങ്ങനെയൊക്കെയാണ് വേറെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൃത്യമായിട്ട് വായിക്കുക. ലോങ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ ടഫ് ആയിരിക്കും എന്നൊരു പ്രഡിക്ഷൻ നമുക്ക് ഉണ്ടാവും. പക്ഷെ ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ച് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുത്താൽ എളുപ്പമായിരിക്കും. നമുക്ക് നോക്കാം എന്താണ് ഈ ക്വസ്റ്റ്യൻ, എന്താണ് ചോദിച്ചിരിക്കുന്നത്, എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. The following solution 2025 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The following solution were prepared by dissolving 1 gram of solute in 1 liter of solution. Arrange the following solution in the decreasing order of molarity. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിക്രീസിങ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ എന്താണ്? 1 gram സൊല്യൂട്ട് 1 liter സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സൊല്യൂഷന്റെ മൊളാരിറ്റി കണ്ടുപിടിച്ച് അതിന്റെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇനി ആരുടെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഗ്ലൂക്കോസ് ഉണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, പൊട്ടാസ്യം ക്ലോറൈഡ് ഉണ്ട്. 4 ആൾക്കാരുണ്ട്. ഈ 4 ആൾക്കാരുടെ മൊളാരിറ്റി ഡിക്രീസ് ചെയ്ത് വരുന്ന ഓർഡറിൽ എഴുതാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഉത്തരം നമുക്ക് വേണ്ട, ആ ഡിക്രീസിങ് ഓർഡർ കിട്ടിയാൽ മതി. ആർക്കായിരിക്കും കൂടുതൽ, ആർക്കായിരിക്കും കുറവ് എന്നുള്ളൊരു ഓർഡർ കിട്ടിയാൽ മതി. അപ്പൊ മൊളാരിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഇസ് ക്യാപിറ്റൽ ലെറ്റർ M. അപ്പൊ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം വരുന്ന ടേം ആണ്. സോ W into 1000 ഡിവൈഡഡ് ബൈ M into V. എന്താണ് ഓരോ ടേംസ്? W എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ ഗിവൺ മാസ് ഇൻറ്റു 1000. കാരണം നമുക്ക് തന്നിരിക്കുന്നത് ലിറ്ററിലാണ്. സോ ആ 1000 ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം വോളിയം നമുക്ക് ലിറ്ററിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ M എന്ന് പറയുന്നത് എന്താണ്? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. മോളാർ മാസ് എല്ലാത്തിന്റെയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, എല്ലാത്തിന്റെ മോളാർ മാസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ W ഗിവൺ മാസ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, എല്ലാം 1 gram ആണ് എടുത്തേക്കുന്നത്. അപ്പൊ W എല്ലാവർക്കും സെയിം ആയിരിക്കും. ദെൻ വോളിയമോ 1 liter ആണ് എല്ലാവരും എടുത്തേക്കുന്നത്. സോ വോളിയത്തിന്റെ ടേമും സെയിം ആണ്. ആകെ എന്തിലേ മാറ്റുള്ളൂ? നമ്മുടെ മോളാർ മാസിൽ മാത്രമേ മാറ്റുള്ളൂ. മോളാർ മാസ് എല്ലാം തന്നിട്ടുണ്ട്, അതും നിങ്ങൾ കണ്ടുപിടിക്കണ്ട. എല്ലാത്തിന്റെയും മോളാർ മാസ് തന്നിട്ടുണ്ട്. അപ്പൊ മോളാർ മാസ് ഏറ്റവും കുറവുള്ള ആൾക്കായിരിക്കും മൊളാരിറ്റി ഏറ്റവും കൂടുതൽ. മുന്നേ പറഞ്ഞ അതേ ഒരു പാറ്റേൺ. മോളാർ മാസ് കുറവുള്ള ആൾക്കായിരിക്കും മൊളാരിറ്റി ഏറ്റവും കൂടുതൽ. ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ആളെ ആദ്യം എഴുതും. ഏറ്റവും കൂടുതലുള്ള ആൾ ആരായിരിക്കും? ഏറ്റവും കുറവ് മോളാർ മാസ് ഉള്ളത്. ആർക്കാണ് ഏറ്റവും കുറവ് മോളാർ മാസ് ഉള്ളത്? ആദ്യം സോഡിയം ഹൈഡ്രോക്സൈഡ് വരും, വിച്ച് ഈസ് ഓപ്ഷൻ ബി. ദെൻ അടുത്തത് ആരാണ് വരിക? NaCl, which is option C. Then KCl, which is option D and A. അപ്പൊ എന്ത് വരും ഡിക്രീസിങ് ഓർഡർ? BCDA. അപ്പൊ മോളാർ മാസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ഡിക്രീസിങ് ഓർഡറോ ഇൻക്രീസിങ് ഓർഡറോ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത് നോക്കാം. BCDA വരുന്നത് ഓപ്ഷൻ 3 ആണ്. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ആൻസർ വേണ്ട. ഒരു MCQ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താന്നുള്ളതാണ്. കാരണം ടൈം വെച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും.
പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? മൊളാലിറ്റി ഭാഗത്തു നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി. മൊളാരിറ്റി ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നതെന്നുള്ളത് കൃത്യമായി നോക്കി വെക്കുക. മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram of NaOH in 450 ml സൊല്യൂഷൻ. അപ്പൊ മൊളാരിറ്റി ആണ് ക്യാപിറ്റൽ ലെറ്റർ M. Given mass into 1000 divided by molar mass into എന്ത് വരും അവിടെ? മൊളാരിറ്റി ആണ്. എന്തായിരിക്കും? വോളിയം ആയിരിക്കും. ഓൾറെഡി വോളിയം തന്നിട്ടുണ്ട്, അപ്പൊ അങ്ങനെയും നിങ്ങൾക്ക് ആലോചിക്കാം. ഓക്കെ, then W given mass of solute തന്നിട്ടുണ്ട് ഓൾറെഡി 5 ആണ്. സോ 5 into 1000. ഇവിടെ എന്തുകൊണ്ട് 1000 കൊടുത്തു? കാരണം നമുക്ക് സൊല്യൂഷന്റെ വോളിയം തന്നിരിക്കുന്നത് മില്ലി ലിറ്ററിലാണ്. സോ 1000 അവിടെ വേണം. ഡിവൈഡഡ് ബൈ M മോളാർ മാസ് ഓഫ് NaOH. എല്ലാ ക്വസ്റ്റ്യനിലും മോളാർ മാസ് നിങ്ങൾക്ക് തരണം എന്നില്ല. അപ്പൊ മോളാർ മാസ് ഓഫ് NaOH എങ്ങനെ കണ്ടുപിടിക്കും? NaOH ആണ് സോഡിയത്തിന്റെ 23 പ്ലസ് ഓക്സിജൻ is 16 പ്ലസ് ഹൈഡ്രജൻ is 1. എത്ര വരും? 40. എത്രയാണ് വരുന്നത്? NaOHന്റെ മോളാർ മാസ് നമുക്ക് എത്ര കിട്ടി? 40 എന്ന് കിട്ടും. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട് 450. ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് മൊളാരിറ്റി കിട്ടും. ഇപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി 0.278 മോളാർ സൊല്യൂഷൻ. M ക്യാപിറ്റൽ ലെറ്റർ M, മൊളാരിറ്റി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ M ആയിരിക്കും. സോ 0.278 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ. അപ്പൊ ഡയറക്ട്ലി ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ മൊളാരിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതും വരും. അതേപോലെ ഡിക്രീസിങ് ഓർഡർ, ഇൻക്രീസിങ് ഓർഡർ എന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത് നോക്കി, ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. വേറൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ മൊളാരിറ്റി ഓഫ് 15 ml 2 molar aqueous solution? തന്നിരിക്കുന്ന ഡാറ്റ ഒക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. മൊളാരിറ്റി ഓഫ് 15 ml 2 molar aqueous solution where 25 milliliter of water is added to it. എന്താണ് ആ ക്വസ്റ്റ്യൻ ആദ്യം മനസ്സിലാക്കുക. അതായത് ഒരു സൊല്യൂഷൻ ഉണ്ട്, 15 ml ഓഫ് 2 molar ഒരു സൊല്യൂഷൻ ഉണ്ട്. അതിലേക്ക് ഞാൻ എന്ത് ആഡ് ചെയ്തു? പുറത്തുനിന്ന് ഞാൻ കുറച്ച് വെള്ളം, 285 milliliter ഓഫ് വെള്ളം അല്ലെങ്കിൽ വാട്ടർ ഞാൻ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷന്റെ മൊളാരിറ്റി, ഇപ്പോഴത്തെ മൊളാരിറ്റി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഉള്ള ഇക്വേഷൻ ആണ് M1V1 is equal to M2V2. ഫസ്റ്റത്തെ M1V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമുള്ള സൊല്യൂഷന്റെ മൊളാരിറ്റി ആൻഡ് വോളിയം. M2V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന സൊല്യൂഷന്റെ മൊളാർ മാസ്. M2V2 എന്ന് പറയുന്നത് നമ്മളിപ്പോ വാട്ടർ ആഡ് ചെയ്തിട്ടുള്ള ആ സൊല്യൂഷന്റെ മൊളാരിറ്റി ആൻഡ് വോളിയം ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൊളാരിറ്റി ഓഫ് ആദ്യത്തെ സൊല്യൂഷൻ എത്രയാണ്? 2 മോളാർ സൊല്യൂഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ വോളിയം, ആദ്യത്തെ സൊല്യൂഷന്റെ വോളിയം എത്രയായിരുന്നു? 15 ആയിരുന്നു. അടുത്തത് മൊളാരിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ആഡ് ചെയ്തിട്ടുള്ള സൊല്യൂഷന്റെ മൊളാരിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ M2 നമുക്ക് അറിയില്ല. ഈ വോളിയം എഴുതുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പല കുട്ടികളും ഈ 285 അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കും. അപ്പൊ അവിടെയാണ് നമുക്കത് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ്. 285 നമ്മൾ ആഡ് ചെയ്തു 15 ml സൊല്യൂഷനിലേക്ക് 285 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ആ സൊല്യൂഷന്റെ വോളിയം എത്രയായിരിക്കും? 285 പ്ലസ് 15 എത്ര വരും? അപ്പൊ ഇപ്പൊ ആ സൊല്യൂഷന്റെ വോളിയം എത്രയാണ്? 285 പ്ലസ് 15 which is 300. അപ്പൊ അത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആഡ് ചെയ്യാണ്ട് എഴുതി കഴിഞ്ഞാൽ ഉത്തരം തെറ്റും. സോ M2 റീഅറേഞ്ച് ചെയ്യുക. 2 into 15 by 300. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സൊല്യൂഷന്റെ മൊളാരിറ്റി നമുക്ക് കിട്ടും. അപ്പൊ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ഉത്തരം എന്തായിരിക്കും കിട്ടുന്ന ഉത്തരം? ഓപ്ഷൻ ഡി 0.1 മോളാർ സൊല്യൂഷൻ. M ആണ്, ക്യാപിറ്റൽ ലെറ്റർ M ആണ്, മൊളാരിറ്റി ആണ്. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസും വരും. അപ്പൊ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇനി ഒരു അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഇതുവരെ നോക്കിയെന്നുള്ള ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ് അസേർഷൻ ആൻഡ് റീസൺ. അസേർഷൻ എന്താ തന്നിരിക്കുന്നത്? മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ചേഞ്ചസ് വിത്ത്
ടെമ്പറേച്ചർ. മൊളാരിറ്റി ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ചെയ്യും എന്നാണ് അസേർഷനിൽ പറഞ്ഞിരിക്കുന്നത്. റീസൺ എന്താ തന്നിരിക്കുന്നത്? വോളിയം ഓഫ് എ സൊല്യൂഷൻ ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് വോളിയം മാറും. ഇതാണ് റീസൺ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്? മൊളാരിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M is equal to W into 1000 divided by M into മൊളാരിറ്റി. സോ V ആയിരിക്കും. അപ്പൊ വോളിയം എന്ന് പറഞ്ഞിട്ട് ഒരു ടേം അവിടെ ഉണ്ട്. ആ വോളിയം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാറുന്ന ഒരു ടേം ആണ്. വോളിയം ടെമ്പറേച്ചർ മാറുമ്പോൾ മാറുന്ന ഒരു ടേം ആയതുകൊണ്ട് തന്നെ എന്തും മാറും? നമ്മുടെ മൊളാരിറ്റിയും ചേഞ്ച് ചെയ്യും. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മൊളാരിറ്റിയും ചേഞ്ച് ചെയ്യും. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്? അസേർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. ഈ റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടിയാണ്. അപ്പൊ എന്തായിരിക്കും? ബോത്ത് A and R are true and R is the correct explanation of A. അപ്പൊ ഇതുപോലെ അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യനും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് ആൻസർ? ബോത്ത് A and R are true. R is the correct explanation of A. അപ്പൊ അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മളെല്ലാം മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയത്. അപ്പൊ ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ട് വേണം ഈ വീഡിയോ കാണാനായിട്ട്. നമ്മുടെ ആ ലോങ് വീഡിയോ കണ്ട് പഠിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്ന് സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോ പറഞ്ഞോട്ടെ, നമ്മുടെ CUET-യുടെ ലോങ് ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നമ്മുടെ CUET-ലെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ആഗ്രഹമുള്ളവരൊക്കെ ഈ നമ്പറിൽ വിളിച്ച് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. വേഗം തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.